കോഴിക്കോട്ട് നിപ്പ ബാധിച്ച 43-കാരൻ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിലാണ് രാമനാട്ടുകര സ്വദേശിയായ അദ്ദേഹം ചികിത്സയിലുള്ളത്. സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പക്ഷേ പേടിക്കാനില്ല, ഇവരിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല എന്നാണ് പറയുന്നത്. രാഹുൽ KV വിവരങ്ങളുമായി ചേർന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. നിപ്പ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പഴയ പല കാര്യങ്ങളും ഓർമ്മ വരും, അതുകൊണ്ട് തന്നെ ഒരു പേടിയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് തോന്നുന്നു. ഈ ചികിത്സയിലുള്ള ആളിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ആരോഗ്യമാണ് പ്രധാനം. ആരോഗ്യ മേഖലയിൽ നിന്ന് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിക്കുകയാണ്. അത്തരം വിവരങ്ങൾ, വാർത്തകളൊന്നും ഉണ്ടാകല്ലേ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഈ 43-കാരൻ്റെ ആരോഗ്യനിലയാണ് ആശങ്കപ്പെടുത്തുന്നതായി ഉള്ളത്. കാരണം അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അത്രയും ഗുരുതരമായാണ് ആരോഗ്യനില തുടരുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമ്പർക്ക പട്ടികയും ഒപ്പം റൂട്ട് മാപ്പും ഒക്കെ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആളുകൾക്കാർക്കും നിപ്പയുടേതായ ലക്ഷണങ്ങളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്നത്. 77 പേരുടെ പട്ടികയാണ് പ്രാഥമികമായി ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ പരിശോധിച്ച് ഇനി സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും വിപുലീകരിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് കൂടി ബന്ധപ്പെട്ട വകുപ്പുകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 77 പേരിൽ 14 പേരാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായുള്ളത്. 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയാണ്. 58 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കാരണം അദ്ദേഹം ആദ്യമേ ഈ പനിയുടേതായ ലക്ഷണങ്ങൾ ഒക്കെയായി ചികിത്സ തേടിയെത്തിയ സമയത്ത് ആശുപത്രിയിൽ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകർ 58 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. അതിലേതായാലും ആശ്വാസകരമായ കാര്യം അവർക്കാർക്കും ഇതുവരെ ഈ രോഗത്തിൻ്റെതായ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ്. അപ്പം തന്നെ ജില്ലാ DMO ഓഫീസ് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് അതൊക്കെ ദൂരീകരിക്കാം എന്ന, ഏത് സമയത്തും വിളിക്കാമെന്ന് ജില്ലാ ഭരണകൂട ആരോഗ്യവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിച്ചു വരികയാണ്. ഈ രോഗം സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്നലെയും ഇന്നുമായി കഴിഞ്ഞ 2 ദിവസങ്ങളിലുമായി രാമനാട്ടുകര നഗരസഭയിൽ RRTയുടെ യോഗമൊക്കെ ചേർന്നിട്ടുണ്ട്. നിലവിൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിലാണ് ഈ രോഗബാധിതനുള്ളത്. ആ മേഖലയിൽ എവിടെയും കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. ഏതായാലും വലിയ രീതിയിലുള്ള ജാഗ്രത തുടരുക, അതിനപ്പുറത്തേക്കുള്ള ഭയമോ ജാഗ്രതയോ വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നത്. മുൻ വർഷങ്ങളിലെല്ലാം നിപ്പ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ വലിയ ഏകോപനത്തോടു കൂടിയാണ് അത് പടരുന്നത് പ്രതിരോധിച്ച് നിർത്തിയിരുന്നത്. എന്തായാലും അതേ രീതിയിൽ തന്നെ ഇത്തവണയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഉറവിടം കണ്ടെത്താനുള്ള ഒരു പരിശോധനയും നടന്നു വരുന്നു എന്നാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും അറിയിക്കുന്നത്. നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ഗോഡൗൺ വൃത്തിയാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. അവിടെ നിന്നാണോ എന്നൊരു സംശയം മാത്രമാണുള്ളത്. അവിടെ വവ്വാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുകൂടി ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്താൻ ഏതായാലും കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഏറ്റവും വലിയ ഒരു ചോദ്യചിഹ്നം പലപ്പോഴും നമുക്ക് നിപ്പ ബാധ ഇതിന് മുൻപ് വന്നപ്പോഴൊക്കെ ഇതെവിടെ നിന്നാണ് ഈ ഉത്ഭവം എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വവ്വാലുകളിൽ നിന്നാണ് എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി അവയിൽ നിന്നാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട സംശയം. ആ തരത്തിലുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നത്.